Okay, let us continue with the last class. In the last class, we have discussed what are the main postulates of crystal field theory and the crystal field splitting occurred in octahedral complexes. That is, we told that when ligand approaches to the octahedral complexes, and first we have classified these d orbitals into two sets, that is T2g and EG, according to their symmetry, and that is T2g orbitals are dxy, dyz and dxz, and they are oriented in between the axis, and the EG orbitals which lie along the axis, that is dx square minus y square and dz square. And in the case of octahedral field, all the ligands are approaches to the metal orbitals along the or through the axis. Then the orbitals, that is metal d orbitals which lie along the axis have repelled to a greater extent than the orbital which lie in between the axis, that is EG orbitals are repelled more than T2g orbitals. Therefore, the energy of EG orbital is raised and the energy of T2g orbital is lowered, and the magnitude of this decrease or increase is, in the case of EG orbital, it is the energy is increased to 0.6 delta O, and the energy of T2g is lowered to minus 0.4 delta O, and this energy gap is called crystal field splitting. Okay, and these are all we studied in the last class, and now we have to discuss what are the factors which affect this magnitude of splitting. എന്തൊക്കെയാണ് ഈ ഒരു സ്പ്ലിറ്റിങ്ങിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് സ്പ്ലിറ്റിംഗ് കൂടുതലാവാനും കുറയാനൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ okay that is, many experiments shown that the magnitude of splitting is depending upon both metal and ligands. വെച്ചാൽ മെറ്റലും ലിഗാൻഡും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്ന് വെച്ചാൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ഫാക്ടറാണ് സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ജോഗേഴ്സൺ റിലേഷൻ പറയുന്നത് ബോത്ത് മെറ്റൽ ഫാക്ടറും അതേപോലെ തന്നെ ലിഗാൻഡിൻ്റെ ഫാക്ടേഴ്സും സ്പ്ലിറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ജസ്റ്റ് ഒരു റിലേഷൻ ഫോമിൽ എഴുതിയെന്ന് മാത്രം. ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ജി. ദാറ്റ് മീൻസ് ഡെൽറ്റ ഒ ഡിപ്പെൻഡ്സ് ഓൺ എഫ് ആൻഡ് ജി. എഫ് മീൻസ് മെറ്റൽ പാരാമീറ്റേഴ്സ്, മെറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ്, അതെന്തൊക്കെയാണുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ ജി മീൻസ് ലിഗാൻഡ് പാരാമീറ്റേഴ്സ്. These two parameters which affect the crystal field splitting. Okay, and now we have to discuss what are the metal factors which affect the crystal field splitting. And the first one is charge on the metal ion. Charge on the metal ion. And the second, number of d electrons. If the charge on the metal ion is same, then we have to look number of d electrons, and also if the number of d electrons are also same, then we check the principal quantum number of the metal d electrons. We have to check principal quantum number of the metal d electrons. That means നമ്മളൊരു ട്രാൻസിഷൻ സീരീസ് എടുക്കുകയാണെങ്കിൽ, ട്രാൻസിഷൻ മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതാണ് 3D സീരീസ്. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 3D സീരീസ്, 4D സീരീസ് ആൻഡ് 5D സീരീസ്. ഫസ്റ്റ് സീരീസിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ആണ് ഫസ്റ്റ് സീരീസിലുള്ളത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇതിൽ പറയുന്നത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പം, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ക്രോമിയം ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് എടുക്കുകയാണെങ്കിൽ ക്രോമിയം 2+, Fe3+,
എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ Fe2+ ആൻഡ് കൊബാൾട്ട് 3+ എടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് കൂടുതൽ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ΔO കൂടുതൽ CO3+നായിരിക്കും. ദാറ്റ് മീൻസ് CO ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ 3+ ആണ് എടുത്തത്, ഇവിടെ Fe2+ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ എന്ത് കൂടുന്ന പറഞ്ഞത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുന്നു. ഓക്കെ, അതാണ് മെറ്റലിൻ്റെ ഒരു ഫാക്ടർ. ദാറ്റ് മീൻസ് the different metal having different oxidation state. ഇനി if different metals having same oxidation state ആണെങ്കിൽ, that means Fe2+, Mn2+, CO2+, എല്ലാം different metal ion with the same oxidation state ആണെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ്. നേരത്തെ പറഞ്ഞ അതേ ഓർഡർ തന്നെ. ഫസ്റ്റ് നമ്മൾ ചാർജ് ഓൺ ദ മെറ്റൽ അയോൺ ചെക്ക് ചെയ്യുക. ചാർജ് കൂടുതലാണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. ഇനി ചാർജ് ഓഫ് ദ മെറ്റൽ അയോൺ സെയിം ആണെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ചെക്ക് ചെയ്യാം. നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുമ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറയും. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറയാണ് ചെയ്യുക. ഇവിടെ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ ഇനി സെയിം ചാർജും സെയിം നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസും ആണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ ഒരേ സെയിം ഒരു എന്താ പറയുക, ഒരു കോളത്തിലെ എലമെൻസിനെ മെറ്റൽസിനെ നോക്കിയാൽ മതി. Fe2+, അതേപോലെ Ru2+, OS2+ എടുക്കുകയാണെങ്കിൽ, Fe2+, Ru2+, OS2+ എടുക്കുകയാണെങ്കിൽ എല്ലാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്തു. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 3 metals ആർ സെയിം. ദെൻ വി ഹാവ് ടു ചെക്ക് ദ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ്. ഒരേ സെയിം കോളത്തിലുള്ള ഗ്രൂപ്പിലുള്ള മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ഈസ് ഓൾസോ സെയിം അല്ലേ? ഇപ്പോൾ Fe2+ ആണെങ്കിൽ D6 ആണ്. D6 തന്നെയാണ് Ruനും അതേപോലെ തന്നെയാണ് OSനും. ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 3D5 ആണ്. Fe2+ എന്ന് പറയുമ്പോൾ 3D6 ആണ്. Fe2+ എന്ന് പറയുമ്പോൾ 3D6 ആണ്. Ru2+ എന്ന് പറയുമ്പം 4D6 ആണ്. OS2+ എന്ന് പറയുമ്പം 5D6 ആണ്. ഇവിടെ ഡിഫറൻസ് വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് കേസിൽ 3, പിന്നെ 4, ഓസ്മിയ എടുക്കുമ്പോൾ 5. That means if principal quantum number increases, then crystal field splitting is also increases. Okay, these are the metal factors which affect the crystal field splitting. That means first എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ മെറ്റൽ ഫാക്ടേഴ്സ് പറയുമ്പം number 1 oxidation state, number 2 number of d electrons, and third factor is principal quantum number. That is, first we have to check the oxidation state. If oxidation state increases, then crystal field splitting is also increases. And if the oxidation state are same, then we have to check the number of d electrons. And the number of d electrons and crystal field splitting is inversely proportional. That means if number of d electrons increases, crystal field splitting decreases. And if both oxidation state and number of d electrons are same, then we have to check the principal quantum number, and also principal quantum number increases, then crystal field splitting also increases. Okay, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുക 5D സീരീസിനായിരിക്കും. 5D സീരീസിന് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ ദാൻ 3D ആൻഡ് 4D സീരീസ്. ഓക്കെ, ഇത്രയാണ് മെറ്റൽ ഫാക്ടേഴ്സ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതാണ്. ഫസ്റ്റ്, ഡിഫറെൻറ്റ് ചാർജസ് സെയിം മെറ്റൽ, ഡിഫറെൻറ്റ് ചാർജസ്. ഓക്കെ, FeH2O 6 times 2+ഉം FeH2O 6 times 3+ഉം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പം സ്പ്ലിറ്റിംഗ് കൂടും. ദാറ്റ് മീൻസ് FeH2O 6 times 3+നായിരിക്കും എന്ത് കൂടുതൽ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ. ഓക്കെ, 13,700 ഉണ്ട് സ്പ്ലിറ്റിംഗ് ΔO. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡി ഇലക്ട്രോൺസ് വെച്ചിട്ടും പറയാം. ഇവിടെയും ഡി ഇലക്ട്രോൺസ് കുറവാണ് അല്ലെ? ഡി ഇലക്ട്രോൺസ് കുറയുമ്പോൾ സ്പ്ലിറ്റിംഗ് കൂടുന്നു. അതേപോലെ തന്നെ COH2O 6 times 2+ഉം COH2O 6 times 3+ഉം എടുക്കുകയാണെങ്കിൽ
സെയിം ആണ്. 3+-നായിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ. അതേപോലെ തന്നെ 3d6 ആണ്, നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കുറവാണ്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓൾസോ ഇൻക്രീസസ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് മെറ്റൽ ആണെങ്കിലും ചില കേസിൽ ഡിഫറെൻറ്റ് മെറ്റൽ ആയിരിക്കാം, ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കാം. ആ ഒരു കേസിലും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലുള്ളതിന് തന്നെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ. ചില സമയത്ത് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസിൻ്റെ ലെവല് വ്യത്യാസം വരാം. 2+-ന് ഡി ഇലക്ട്രോൺസ് കുറവും 3+-ന് ഡി ഇലക്ട്രോൺസ് കൂടുതലും സംഭവിക്കാം ഡിഫറെൻറ്റ് മെറ്റൽ എടുക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ ചില കേസിൽ നമുക്ക് ഇപ്പം ഇതിൽ എടുക്കുകയാണെങ്കിൽ രണ്ടും നമ്മൾ പറഞ്ഞ അതേ റിലേഷൻ തന്നെ വന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലും ഡി ഇലക്ട്രോൺസ് കുറവും തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ വരണം എന്നില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലുള്ളതിന് ചിലപ്പം നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുതലുള്ളതിന് ഇത് കുറവ് എന്നുള്ളത് വിചാരിക്കേണ്ട. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്യുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലാണെങ്കിൽ അത് എന്തായാലും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി സെയിം ചാർജ് ഡിഫറെൻറ്റ് മെറ്റൽ അയോൺ. ഓക്കെ, ഞാൻ ഓക്കെ, ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്. COH2 6 2+ഉം NiH2 6 2+ഉം ആണ്. രണ്ടും സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ചെക്ക് ചെയ്യുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുതലുള്ളതിന് സ്പ്ലിറ്റിംഗ് കുറവും, നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കുറവുള്ളതിന് സ്പ്ലിറ്റിംഗ് കൂടുതലുമായിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ജസ്റ്റ് ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഫോർ കോംപ്ലക്സസ് ഹാവിംഗ് സെയിം ജിയോമെട്രി, സെയിം ലിഗാൻഡ്സ്, the crystal field splitting increases with increasing charge on the ion. Increases with increasing charge on the ion, that is same number of d electrons, and decreases with increasing number of d electrons, same charge on the ion. Just summarize ചെയ്തു മാത്രം. അതേപോലെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിത്ത് ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് n വാല്യൂ സ്പ്ലിറ്റിംഗ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് CONH3 6 times 3+, RHNH3 6 times 3+, ഇറിഡിയം NH3 6 times 3+. എടുക്കുകയാണെങ്കിൽ 3D ആണ് ഫസ്റ്റ് കേസ്, 3D സീരീസ് ആണ്. സെക്കൻഡ് 4D ആൻഡ് തേർഡ് 5D ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് കൂടുമ്പം, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂടുമ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടി. ദാറ്റ് മീൻസ് 5D ആയിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ. ഓക്കെ, അത്രയാണ് മെറ്റൽ ക്യാരക്ടർ. ഇനി ലിഗാൻഡ് ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് കൂടുമ്പം, ഓക്കെ, ഡിഫറെൻറ്റ് ലിഗാൻഡ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്പ്ലിറ്റിംഗ് പവർ. എല്ലാ ലിഗാൻഡ്സിനും സ്പ്ലിറ്റ് ചെയ്യാനുള്ള പവർ ഒരേപോലെ ആയിരിക്കില്ല. ചില ലിഗാൻഡ്സിന് മെറ്റലിനെ ഡി ഓർബിറ്റൽസിന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും. ദാറ്റ് വി ആർ കോൾഡ് സ്പ്ലിറ്റിംഗ് പവർ. ലിഗാൻഡ്സിൻ്റെ സ്പ്ലിറ്റിംഗ് പവർ കൂടുമ്പം സ്പ്ലിറ്റിംഗ് കൂടുന്നു. സ്പ്ലിറ്റിംഗ് പവർ കൂടുതലുള്ള ലിഗാൻഡിനെ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നു. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പവർ കുറവുള്ള ലിഗാൻഡിനെ നമ്മൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നു. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുന്നു. ദാറ്റ് മീൻസ് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നു. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടാന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിഗാൻഡ്സിൻ്റെ എന്താ പറയുക, സ്പ്ലിറ്റിംഗ് കുറയുന്നു. ദാറ്റ് മീൻസ് ഈ ഗ്യാപ്പ് കുറയുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫാക്ടറാണ് പറയുന്നത്. ലിഗാൻഡ്സിൻ്റെ സ്പ്ലിറ്റിംഗ് പവറിനനുസരിച്ചിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരുന്നത്. ഈ ലിഗാൻഡ്സിനെ തന്നെ ഒരുപാട് ലിഗാൻഡ്സിനെ നമുക്കറിയാം. ആ ലിഗാൻഡ്സിനെയൊക്കെ തന്നെ സ്പ്ലിറ്റിംഗ് പവറിൻ്റെ ബേസിൽ ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. സ്പെക്ട്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് പവർ. ലിഗാൻഡ്സിൻ്റെ സ്പ്ലിറ്റിംഗ് പവർ സ്പെക്ട്ര വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊരു സ്പ്ലിറ്റിംഗ് പവറിൻ്റെ ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയും. ലിഗാൻഡിൻ്റെ സ്പ്ലിറ്റിംഗ് പവറിനനുസരിച്ചിട്ട് ലിഗാൻഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ്, ദാറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. എന്താണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.